എന്നുള്ളം തിരയുന്നൊരീ സ്നേഹം നീ മാത്രമേ. എന്നിനവിലും കനവിലുമായി നിറയുന്നൊരൻ ദൈവമേ, എന്നെ നിൻ സ്വന്തമാക്കിടൂ, എന്നെ നിന്നാദമാക്കിടൂ, എന്നെ നിൻ സ്വന്തമാക്കിടൂ, എന്നെ നിന്നാദമാക്കിടൂ. ആരാധ്യനേ, പരിശുദ്ധനേ, പരമോന്നതാ ദൈവമേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി അറിവോടെ എന്നെ നോക്കണം. ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ജീവവചനത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 11-ാം അധ്യായം 4-ാം തിരുവചനം ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു: കാറ്റിനെ വിചാരിക്കുന്നവൻ വിതയ്ക്കുകയില്ല, മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യുകയുമില്ല. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം കാറ്റും മേഘവും അവൻ്റെ ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ടതാണ്. അവൻ കൃഷി ഇറക്കുന്നതിന് മുമ്പ് അവൻ കാലാവസ്ഥയെക്കുറിച്ച് വളരെയധികം മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും കൃഷി ഇറക്കണമോ വേണ്ടയോ എന്ന തീരുമാനത്തിലേക്ക് എത്തുക. ഇവിടെ സഭാപ്രസംഗൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കാറ്റിനെക്കുറിച്ചും മേഘത്തെക്കുറിച്ചും വിചാരപ്പെട്ടിരുന്നാൽ ഒരുപക്ഷെ വിതയ്ക്കുവാനോ കൊയ്യുവാനോ സാധിക്കുകയില്ല. ജീവിത സാഹചര്യങ്ങളെ ആശങ്കയോടെ നേരിടുന്ന ഓരോ മനുഷ്യനും തക്ക കാലത്ത് തങ്ങൾക്ക് ആവശ്യമുള്ളത് ചെയ്യുവാനും ചെയ്തു പൂർത്തീകരിക്കുവാനും സാധിക്കാതെ വരുന്നുണ്ട് എന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, 1492 ഓഗസ്റ്റ് മാസം 3-ാം തീയതി ഏഷ്യയിലേക്ക് ദൂരം കുറഞ്ഞ ഒരു യാത്രാമാർഗം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടവനായിരുന്നു ക്രിസ്റ്റഫർ കൊളംബസ്. സ്പെയിനിൽ നിന്നും തൻ്റെ യാത്ര ആരംഭിക്കുമ്പോൾ താൻ ആഗ്രഹിച്ചത് പൂർത്തീകരിക്കണമെന്നുള്ള ദൃഢനിശ്ചയം അവൻ്റെ ഹൃദയത്തിലുണ്ട്. അവൻ യാത്ര പുറപ്പെട്ടു. കൂടെ 19 പേരുമുണ്ട്. യാത്രാമധ്യേ 24 ദിവസങ്ങൾക്ക് ശേഷം അവർ തിരിച്ചറിയുകയാണ്, ഇനി മുന്നോട്ട് 24 ദിവസങ്ങൾ കൂടി ഭക്ഷിക്കുവാനുള്ള ആഹാരമാണ് കപ്പലിൽ ബാക്കിയായിട്ടുള്ളത്. മുന്നോട്ട് പോയാൽ 24 ദിവസങ്ങൾക്ക് ശേഷം കര കാണുവാൻ സാധിച്ചില്ല എങ്കിൽ മുമ്പിൽ മരണം മാത്രമാണ് വഴി എന്ന് അവർ തിരിച്ചറിഞ്ഞു. 19 പേരും ഒരുമിച്ച് ആലോചിച്ചു, തിരിച്ചു പോകുന്നതാണ് നല്ലത്. 24 ദിവസത്തെ യാത്ര കഴിഞ്ഞു. ഇനി 24 ദിവസം യാത്ര ചെയ്താൽ നമ്മൾ യാത്ര പുറപ്പെട്ടതായ സ്പെയിനിലേക്ക് തിരിച്ച് എത്തുവാനായി സാധിക്കും. ഇവരെല്ലാവരും ഒരുമിച്ച് ക്രിസ്റ്റഫർ കൊളംബസിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഇതാണ് 24 ദിവസത്തേക്കുള്ള ആഹാരം, ബാലൻസ് ഉള്ളൂ, നമുക്ക് തിരിച്ചു പോകുന്നതായിരിക്കും ഉചിതമെന്ന് പറഞ്ഞു. പക്ഷേ ഉള്ളിൽ ഒരു ദൃഢനിശ്ചയമുണ്ടായിരുന്ന, തനിക്ക് എത്തപ്പെടേണ്ട ദേശത്തെക്കുറിച്ചുള്ളതായ കാഴ്ചപ്പാടുണ്ടായിരുന്ന കൊളംബസ് ഇങ്ങനെ പറഞ്ഞു, നമുക്ക് യാത്ര മുന്നോട്ട് പോകാം, എന്തു വന്നാലും നമുക്ക് മുന്നിലെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരണം എന്ന് പറയുകയാണ്. എന്നാൽ ബാക്കി 19 പേര് ഒരുമിച്ച് കൂടി തീരുമാനിച്ചു തിരികെ പോകുന്നതാണ് നല്ലതെന്ന്. അങ്ങനെ അവരൊരുമിച്ച് തീരുമാനിച്ചതിൻ്റെ വെളിച്ചത്തിൽ ക്രിസ്റ്റഫർ കൊളംബസിനെ ഒരു കയറുകൊണ്ട് കെട്ടി ഡെക്കിൽ ഇടുകയാണ്. വളരെ ദുഃഖിതനായ കൊളംബസ് അവരോട് യാചിച്ചു. പക്ഷേ അവരുടെ തീരുമാനത്തിൽ മാറ്റമുണ്ടായിരുന്നില്ല. ഒടുവിൽ കൊളംബസ് ഇങ്ങനെ തൻ്റെ സഹയാത്രികരോട് പറഞ്ഞു, 24 ദിവസത്തേക്കുള്ള ഭക്ഷണം ബാക്കിയുണ്ടല്ലോ. ഒരാൾ 24 ദിവസവും ഭക്ഷിക്കാതിരുന്നാൽ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ദിവസം കൂടി ഭക്ഷിക്കുവാനുള്ളതായ ആഹാരം ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് യാചിക്കുന്നു, ഒരു ദിവസം കൂടി ഈ യാത്ര മുന്നോട്ട് പോകട്ടെ. നമുക്ക് കര കാണുവാൻ സാധിച്ചില്ല എങ്കിൽ
തിരികെ നമുക്ക് പോകാം. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ചരിത്രം പിറന്നത് ആ യാത്രയിലാണ്. 20 മണിക്കൂർ മുന്നോട്ട് കടന്നുപോയപ്പോൾ അവർ കര കാണുകയാണ്. പക്ഷേ അത് ഏഷ്യയിലേക്കുള്ള മറ്റൊരു യാത്രാമാർഗമായിരുന്നില്ല, മറിച്ച് അത് അമേരിക്ക എന്ന് പറയുന്ന ആ ഭൂഖണ്ഡത്തിലേക്കുള്ള അവരുടെ ആദ്യത്തെ കാൽവെപ്പായിരുന്നു. മുന്നിൽ വരുന്ന ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കുവാനുള്ളതായ നിശ്ചയദാർഢ്യമാണ് ഒരു മനുഷ്യനെ ഉയരങ്ങളിലേക്ക് എത്തിക്കുക. ദൈവം അവനോട് കൂടെ ഉണ്ട് എന്നുള്ളതിന് ഉറപ്പാണ് ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്കയിലെ ആദ്യ യൂറോപ്യനായി എത്തുവാൻ തക്കവണ്ണം ഇടയായത്. നമ്മുടെ ജീവിതത്തിലും ദൈവം നമുക്ക് ഒത്തിരി അവസരങ്ങൾ തന്നിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ആ അവസരങ്ങളിൽ നമ്മുടെ കംഫർട്ട് സോണുകളിൽ മാത്രം നിന്നുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ ഒരുപക്ഷെയെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നാം തന്നെ ആഗ്രഹിക്കുന്ന ഉയരങ്ങളിലേക്ക് എത്തിപ്പെടുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ദൈവത്തിൽ ദൃഷ്ടി ഉയർത്തിക്കൊണ്ട് നാം എന്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചുവോ അതിലേക്ക് നമ്മുടെ മനസ്സും ശരീരവും ഹൃദയവും ഒരുപോലെ അർപ്പിച്ചുകൊണ്ട് ആ ലക്ഷ്യസ്ഥാനത്തിലേക്ക് യാത്ര ചെയ്യുവാൻ നമുക്ക് സാധിച്ചാൽ അത് ദൈവം നമുക്കായി ഒരുക്കി തരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.